സഹോദരനെ രക്ഷിക്കാൻ അർച്ചന പലതും പറയും. അതൊക്കെ കേട്ട് സച്ചി എന്നോട് ഇങ്ങനെ ചെയ്യാമോ? സച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ ആരെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്റെ ആവശ്യം ജനുവിനാണ്. അനൂപിനോട് എനിക്ക് നേരിട്ട് ചോദിക്കണം. അവൻ കാരണം ഇല്ലാതായത് എന്റെ പെങ്ങളാ. നിങ്ങൾ അവനെ എങ്ങനെ ഒളിപ്പിച്ച് താമസിപ്പിച്ച ഞാൻ എങ്ങനെ അത് ചോദിക്കും? നിങ്ങൾ തന്നെ പറ, എവിടെയാ അവനെ ഒളിപ്പിച്ചത്? എന്റെ ആളുകളെ നാലുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് വിദഗ്ധമായിട്ടാ നിങ്ങൾ അവനെ ഒളിപ്പിച്ചത്. ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അവനെ കടത്താൻ അർച്ചന ചെയ്ത പ്ലാനിങ് ഒന്നും പറയാനില്ല. ഗംഭീരം, സൂപ്പർ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. സത്യത്തില് അർച്ചന ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ട ആളാ. നല്ല ഒന്നാം തരം അധോലോക നായികയാവാൻ അർച്ചനയ്ക്ക് കഴിയും. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നിങ്ങളും നിങ്ങളുടെ ആളുകളും ജയിലിലും ആവും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോവാനാ പറഞ്ഞത്. അർച്ചനയ്ക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൽ പോലീസിനെ എന്തിനാ ഇടപെടുത്തുന്നേ? അല്ല, വിളിച്ചാൽ അവരൊന്നും വരാൻ പോകുന്നില്ല. എല്ലാവരെയും ഞാൻ വേണ്ടതുപോലെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ ഒഴിവാക്കാം. അനൂപിനെ നിങ്ങൾ തന്നെ ഇവിടെ എത്തിക്കും. എത്രത്തോളം അതിന് താമസം വരുത്തുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. അർച്ചനയുടെ ഫോണിൽ നിന്ന് നമുക്ക് അനൂപിനെ വിളിക്കാം. വിളിക്കേ തമ്പാനെ. വിളിക്കടി. വിളിക്കാൻ. കിട്ടുന്നില്ല അല്ലേ? ആ, വഴിയുണ്ട്. തമ്പാനെ അണ്ണാ, ഈ ഫോണെല്ലാം കൂടി ഒരുമിച്ച് വെച്ചേക്ക്. ഇല്ലെങ്കിൽ അർച്ചന എന്തെങ്കിലും അബദ്ധം കാണിക്കും. ഇതിന്ന് അനൂപിന്റെ നമ്പർ എടുത്ത് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ. ശരിയാണ്. നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയാണ് ബെഡ്റൂം. ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഹാളിലേക്ക് പോവാം. വെറുതെ മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ.